ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുട്ടി അലമാരിയുടെ ഒരു ചെറിയ മേക്ക് ഓവറാണ്. അപ്പോൾ 10 വർഷത്തിലേറെയായിട്ട് പഴക്കമുള്ള അലമാരയാണ്. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള കലാവിരുതൊക്കെ ഞങ്ങൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്ന് ചെയ്തൊക്കെ ഇരിക്കുന്ന ഒരു അലമാരിയും കൂടിയാണ്. അപ്പോൾ നേരത്തെ ഇതിൻ്റെ കളറ് നമ്മുടെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന കളറായിരുന്നു. അതും അതേപോലെ തന്നെ ആ ഒരു പെൻസിൽ ഷെയ്ഡും കൂടിയായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഇടയ്ക്ക് ഏതൊക്കെയോ പണികളൊക്കെ ചെയ്ത് ഇടയ്ക്ക് കളറിങ്ങനെ മാറ്റിയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ചെറിയ കലാവിരുതൊക്കെ പൂവൊക്കെ അവിടെയൊക്കെ വരച്ച് വെച്ചു. അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഇതിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ മൊത്തത്തിലൊരു ക്ലാസ്സി ടച്ചിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ അതിൻ്റെ ആ ചുവട് ഭാഗത്തൊക്കെ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ എന്ത് ചെയ്തു, ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് ക്ലിയറാക്കി. പിന്നെ ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞു. മൊത്തത്തിലൊന്ന് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഗ്രേ ഷെയ്ഡാണ്. അപ്പോൾ ഗ്രേ ഷെയ്ഡും മെറൂൺ ഷെയ്ഡും കൂടിയാണ്, ഈ രണ്ട് മിക്സ് കോമ്പിനേഷനാണ് നമ്മൾ ഈ അലമാരിക്ക് അപ്പോൾ ഇതിൻ്റെ കണ്ണാടികൾ നോക്കിയാൽ അറിയാം. അപ്പോൾ എല്ലാ വീട്ടിലെയും പോലെ തന്നെ കണ്ണാടിയിൽ പൊട്ടൊട്ടിച്ചിട്ടുള്ള ആ പാടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മുഖം നോക്കുമ്പോൾ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മുടെ അമ്മയുടെ പൊട്ടുകളെല്ലാം അലമാരിയിൽ ഇങ്ങനെ കാണാം. അപ്പോൾ അതൊക്കെ മാറാൻ നമ്മൾ ഈ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് ആ കണ്ണാടിയുടെ ബോർഡർ ഭാഗത്ത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെറൂൺ കളറാണ്. അപ്പം ഇപ്പോൾ ഏകദേശം കുറച്ച് കളറൊക്കെ നമ്മുടെ ആ ഒരു ഗ്രേ ഷെയ്ഡൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബോർഡറിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ മായ്ക്കാൻ ഇവിടെ ടിന്നറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ ടിന്നർ ഉപയോഗിച്ച് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തുണിയിലൊന്ന് ഒപ്പിയിട്ട് ആ മിറർ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നെപ്പോലെ, അതായത് വീട്ടമ്മമാർക്കും ഇതേപോലെ പിള്ളേർക്കുമൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കണ്ണാടിക്ക് ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അഴുക്കും പൊടിയും ഇതേപോലെ പശയൊക്കെ ഒട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടിന്നർ നമ്മുടെ തുണിയിൽ കോട്ടൺ വേസ്റ്റിൽ എന്തെങ്കിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രേയുടെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മൾ സൈഡ് ഭാഗത്തും ഗ്രേയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെറൂണിൻ്റെ പണിയാണ്. അപ്പോൾ മെറൂൺ ഒരു 2-3 കോട്ടോളം ടച്ച് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറൂൺ ഇരിക്കുന്ന ഭാഗത്ത് നേരത്തെ ഒരു പൂവൊക്കെ വരച്ചാക്കുന്നുണ്ട്. അത് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ അതൊന്ന് മായ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഉണങ്ങിയതിന് ശേഷം കുറച്ചുകൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും ഇത് നമ്മൾ റോളർ ഉപയോഗിച്ചാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ നല്ല ഫിനിഷ് ലുക്കിൽ കിട്ടും. നമ്മുടെ ആ ബ്രഷിൻ്റെ പാടോ വരകളോ ഒന്നും കാണത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരും അല്ല നമ്മൾ പ്രൊഫഷണലായിട്ട് വർക്കൊന്നും ചെയ്യാത്തവരാണ്, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവരാണെങ്കിൽ ബ്രഷിനേക്കാളും നമുക്ക് നല്ല ഫിനിഷായിട്ട് ഈ റോളർ വെച്ചിട്ട് ചെയ്യാം. അതായത് നമ്മൾ ബ്രഷിൽ എടുക്കുന്ന അത്രയും പെയിൻറ്റ് വേസ്റ്റായി പോകത്തില്ല. റോളറിൽ ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ കുറച്ച് പെയിൻറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കുറേ ഏരിയ കവർ ചെയ്തെടുക്കാം. അപ്പോൾ റോളറൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതാണ് കുറച്ചും കൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ണാടിയിലുള്ള ഭാഗത്തുള്ള അഴുക്കും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് അടിച്ചപ്പോഴത്തേക്കിനും കണ്ണാടിയിലോട്ട് പറ്റിയ കാര്യങ്ങളും എല്ലാം കൂടി ടിന്നർ ഉപയോഗിച്ചിട്ട് ഒന്ന് മായ്ച്ച് കളയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ കണ്ണാടിക്ക് നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പിടി ഭാഗത്തും നമ്മൾ ഗ്രേ കളറാണ് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു അലമാരി അടിമുടി മാറിയിട്ടുണ്ട്. അതായത് ഒരു പുത്തൻ അലമാരി കൊണ്ടുവച്ചതുപോലെ. അപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് നേരത്തേക്കാളും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസി ലുക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വൈറ്റ് ഭിത്തിയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു തന്നെ. അപ്പോൾ നമ്മുടെ ആ റൂമിലെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടില്ല, പച്ച ഭിത്തിയായിട്ട് തന്നെ കിടക്കുവാണ്. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കണ്ടേനെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.